റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നിങ്ങൾക്ക് കാണണോ? സൂര്യനെ മാത്രമല്ല, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കാണണമെങ്കിൽ ഖുർആൻ നോക്കിയാ മതി. വല്ലദീ ജാഅ ബിസ്സുദ്ഖി വസദ്ദഖ ബിഹി ഉലൈക ഹുമുൽ മുത്തഖൂൻ. വല്ലദീ ജാഅ ബിസ്സുദ്ഖി, സത്യവുമായി ലോകത്തേക്ക് വന്ന ആൾ, അവിടെ സിദ്ദീഖ് റസൂലുള്ളാഹിയാണ്. വസദ്ദഖ ബിഹി, ആ സിദ്ദീഖിനെ വിശ്വസിച്ച രണ്ടാമത്തെ സിദ്ദീഖ്. സിദ്ദീഖും സിദ്ദീഖും ഒന്നിച്ചൊരായത്തിൽ വരുന്നുണ്ട്. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാൻ ബോധം തരട്ടെ. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാൻ ബോധം തരട്ടെ. അധിക മനോഹര നൂറുല്ലാഹ് അഹ്മദ് നബിയിൽ സ്വല്ലല്ലാഹ് അഗദിദയാലു ഹബീബുല്ലാഹ് ആമന്നാ ബിറസൂലില്ലാഹ് ഹസ്ബി റബ്ബി. ഉറക്കെ എന്തോന്ന് മുഅ്മിനീങ്ങളാണ് ഇന്നലത്തെ വിളിച്ച മുദ്രാവാക്യത്തിനൊക്കെ എന്തൊരു ഉഷാറാണ്. ഇന്നലെയും മിനിങ്ങാനും കണ്ടനാളത്തിൽ നിന്ന് തൊണ്ട പൊട്ടുമാറുച്ചത്തില് മുട്ടുചുരുട്ടിയിട്ട് ആകാശത്തേക്ക് വിളിച്ച മുദ്രാവാക്യത്തിന് എന്ത് പവറാ. കാരണം എത്ര വർഷത്തേക്ക് 5 വർഷത്തേക്ക്. 5 വർഷം കഴിഞ്ഞാൽ ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ. ൂരിന്റെ വിരിമാറിൽ ഞങ്ങളുടെ നേതാവുണ്ടെങ്കിൽ ഇക്കുടിയാണ് കട്ടായം. പകരം ഞങ്ങൾ ചോദിക്കും, ആവേശമായിക്കോളൂ, നിങ്ങളുടെ രാഷ്ട്രീയമായിക്കോളൂ. പക്ഷേ സയ്യിദു സഖലൈൻ, ഇരു ലോകത്ത് നിങ്ങൾക്ക് നേതൃത്വം നൽകുന്ന, എല്ലാ കാലങ്ങളിലും നിങ്ങളുടെ കൈകളിൽ പിടിച്ച് രക്ഷിക്കുന്ന നിങ്ങളുടെ ഒരു നേതാവുണ്ട്. ആ നേതാവാണ് നബിയുനാ ആമന്നാ ബിറസൂലില്ലാഹ്. ബദറിലും മികന്തൊരു ശോഭ നബി, ബീവി ആമിന തന്റെ സബി, വലതുല്ലമീനായി വന്ന നബി. ആമന്നാ ബിറസൂലില്ലാഹ് ഹസ്ബി റബ്ബി. ചൊല്ല്, ഹസ്ബി റബ്ബി. അപ്പൊ ഇനി ചൊല്ലൂല ഒരേപോലെ. ഞാൻ പറഞ്ഞ ആളൊന്നും ഒരു പ്രശ്നവുമല്ല. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. മുത്തഅല്ലിമീങ്ങളുണ്ട്, ഹാഫിളീങ്ങളുണ്ട്, ഖത്തീബുമാരുണ്ട്, എന്റെ പഴയ സുഹൃത്തുക്കളുണ്ട്. സലാമുലല്ലേ, ഞങ്ങൾ ഒന്നിച്ച് ഇപ്പം മതി. ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ഹാഫിളാകാൻ പഠിച്ച ആളാണ് ഇവിടെ. സലാമുലി. അള്ളാഹു നമ്മളുടെ ഉസ്താദന്മാർക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞ മുസമ്മിലൂരെ പറഞ്ഞാണെങ്കിലും സിദ്ദീഖ് സൂര്യനെ മാത്രമല്ല, ചന്ദ്രനെ മാത്രമല്ല, സിദ്ദീഖിന്റെ അക്ബർ നിങ്ങൾക്ക് കാണണോ? ഖുർആനിൽ നോക്ക്, ഖുർആനിൽ നോക്ക്. വല്ലദീ ജാഅ ബിസ്സിദ്ഖി വസദ്ദഖ ബിഹി, അത് ഹബീബായ നബി തങ്ങൾ സിദ്ദീഖുൽ അക്ബർ. സിദ്ദീഖുൽ അക്ബറിന്റെ സ്വഭാവം നിങ്ങൾക്ക് കാണണോ? ഖുർആൻ നിങ്ങൾ തുറന്നു നോക്ക്. വലാ യഅ്തലി ഉലുൽ ഫളിലി മിൻകും വസഅതി അയ്യുതു ഉലുൽ ഖുർബാ. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ സ്വഭാവം വലാ യഅ്തലി ഉലുൽ ഫളിലി മിൻകും വസഅ, ഏറ്റവും ശ്രേഷ്ഠനാണ്. വസഅ, എല്ലാവരോടും ഉപകാരം ചെയ്യുന്ന ഉപകാരിയായിരുന്നു. സിദ്ദീഖുൽ അക്ബറിനെ കാണണോ? വേണ്ട സഹോദരാ. ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ നിങ്ങൾക്ക് ജീവിതത്തിൽ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ വിശുദ്ധ ഖുർആനിലെ 22 ആയത്തുകൾ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞ ആയത്താ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ നിങ്ങൾക്ക് ഖുർആനിൽ കാണാം. സയ്യിദുനാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ ബദറുസ് സഹാബത്തി ഫഖം വ ഇഹ്സാനാ. ലോകത്തിലെ ഏറ്റവും വലിയ സഹാബത്തിന്റെ ബദറുളിയായിരുന്ന ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു. ആരാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ നിങ്ങൾക്ക് കാണണോ? അമ്മൻ ഹുവ ഖാനിതുൻ ആനാൽ ലൈലി സാദ
സാജിദൻ വഖായിമാ യഹ്ദറുൽ ആഖിറത വയർജൂ റഹ്മത റബ്ബിഹി. ഈ ഭൂമിയിൽ തോന്നിയാസിയായിട്ട് രാവും പകലും നടന്ന തെമ്മാടികളും പാതിരാവിന്റെ നിശബ്ദതയിൽ പടച്ചറപ്പിനെ പേടിച്ചിട്ട് സുജൂദിൽ കടന്ന് കരഞ്ഞ അള്ളാനെ പേടിച്ച് ജീവിച്ച ആളുകൾ സമന്മാരാണെന്ന് നിങ്ങൾ പറയുകയാണോ? ഈ ഭൂമിയിലെ തെമ്മാടികളായിട്ട് നടന്ന അള്ളാഹുവിനെ നിഷേധിച്ച നമസ്കാരത്തെ ഉപേക്ഷിച്ച മുസ്ലിമും അതല്ലാത്ത അമലുള്ള മുസ്ലിമും ഒരുപോലെയാണെന്ന് പറയരുത്. അന്നജഅലുൽ മുത്തഖീന കൽ ഫുജ്ജാർ അഫനജഅലുൽ മുസ്ലിമീന കൽ മുജ്രിമീൻ. അവർ രണ്ടുപേരും ഒരുപോലെയല്ല. അമ്മൻ ഹുവ ഖാനിതുൻ ആനൽ ലൈലി സാജിദൻ വഖായിമാ. പാതിരാവിന്റെ നിശബ്ദതയിൽ പടച്ചറപ്പിന്റെ മുമ്പിൽ പരലോകത്തെ പേടിച്ച് പതിതനെ പോലെ പൊട്ടിക്കരഞ്ഞ സ്വാധികനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചിട്ടാണ് അമ്മൻ ഹുവ എന്ന് ചോദിക്കുന്നത്. ഇത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവാണ്. വിശുദ്ധ ഖുർആനിൽ സിദ്ദീഖുൽ അക്ബർ ഉണ്ട്. വിശുദ്ധ ഖുർആനിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, വിശുദ്ധ ഖുർആനിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉണ്ട്. അവരെ മാത്രമല്ലല്ലോ, അവരെ മാത്രമല്ല, ഇനി അതിൽ ഉമറല്ലേ ഉള്ളൂ, അതിൽ സിദ്ദീഖുൽ അക്ബർ അല്ലേ ഉള്ളൂ, അതിൽ അലിയുൽ മുർത്തളയല്ലേ ഉള്ളൂ റളിയല്ലാഹു തആല അൻഹും. അല്ല ചെറുപ്പക്കാരാ, അല്ല സഹോദരാ സഹോദരി, ഇനി അഹ്മദ് കബീറിനെ ഖുർആനിൽ കാണണോ? ഈ ഖുർആനിൽ അഹ്മദ് കബീറുണ്ട്. സാഹിബിനെ കാണണോ? കടുവിനാലുകാരെ കാണണോ? അത് സിദ്ദീഖുൽ അക്ബറിനെ കുറിച്ചിട്ടല്ലേ? ഇത് ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചിട്ടല്ലേ? ഇത് ഉസ്മാൻ. സൂര്യനെ ഞാൻ പറയാൻ കേട്ടോ, ഞാൻ മറന്നിട്ടില്ല. ആദ്യമേ ഇനി അസ്ട്രോണമിയും ജോഗ്രഫിയും പറഞ്ഞ ആളുകൾ ബോറടിക്കണേ. ഞാൻ പറയാം, സൂര്യപ്രകാശം പറയാ, സോളാർ നോക്കിയിരിക്കുക, എപ്പോഴത് പറയണേ അത് ഞാൻ പറയാം ഇൻഷാ അല്ലാഹ്. അപ്പോ ആ കൂട്ടത്തിൽ ഇനി നിങ്ങളെ എന്നെ കാണണോ? ഞാനുണ്ടതിൽ. മുസമ്മിൽ മൗലവിയുണ്ടോ? ഞാൻ ഉണ്ടതിൽ. ഇല്ലേ? ഖുർആനിലില്ലേ? നമ്മള് ഖുർആനിലില്ലേ? നമ്മൾ ആരാ സാധനം? നമ്മൾ ചെറിയ ആളുകളെ നമ്മളെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. സൂര്യനും ചന്ദ്രനും നക്ഷത്രവും താരാപഥവും ഗാലക്സിയും ഉൽക്കയും അസ്ട്രോണമിയും ജോഗ്രഫിയും ബയോഗ്രഫിയും ഇത് മാത്രമൊന്നുമല്ല. ജിബ്രീലും മീകായിലും മാത്രമല്ല, മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ലോകത്തിലെ സഹാബത്തും മാത്രമല്ല, അഹ്മദ് കബീർ അതിലുണ്ട്, ഞാനും നിങ്ങളുമുണ്ട്. പക്ഷേ ഖുർആനിലൂടെ നമ്മളെ കണ്ടെത്താൻ നമുക്ക് കഴിയണം. നമ്മളില്ലേ? وفي أنفسكم أفلا تبصرون. وفي أنفسكم നിങ്ങളും ആ ഖുർആനിലുണ്ട്. അഫലാ തുബ്സിറൂൻ. നിങ്ങൾ അതിനെ കുറിച്ച് നോക്കാത്തതെന്താ? കൊണ്ട് നമ്മൾ നോക്കാത്തതുകൊണ്ടാണ്. അതാ നമ്മൾ നോക്കാത്തതുകൊണ്ടാണ്. വഫി അൻഫുസിക്കും അക്കൂട്ടത്തിൽ സൂറത്ത് ദാരിയാത്ത് അല്ലേ? ദാരിയാത്തല്ലേ? അപ്പോൾ ദാരിയാത്തല്ലേ? വഫി അൻഫുസിക്കും വഫിസ് സമാഇ റിസ്ഖുകും വമാ തുഅദൂൻ വഫി അൻഫുസിക്കും അഫലാ തുബ്സിറൂൻ. ആ ഖുർആനിൽ നിങ്ങളുണ്ട്. അഫലാ തുബ്സിറൂൻ. നിങ്ങൾ നോക്കാത്തതെന്താ? നോക്കിയാ കാണും. നോക്കിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞെങ്കിൽ മനസ്സിലാവണില്ലേ? ഞാൻ പറയണമെങ്കിൽ മനസ്സിലാവണില്ലേ? അല്ലാഹുവേ മാലക്കും ലാ തന്തിക്കും. നിങ്ങൾക്ക് എന്ത് പറ്റി? നിങ്ങൾ മിണ്ടാത്ത എന്താ? ഞാൻ പറയണമെങ്കിൽ മനസ്സിലാവണില്ലേ? ഞാൻ വെറുതെ വാളു പറഞ്ഞാൽ മതി, നമുക്ക് 2 മണിക്കൂർ പറഞ്ഞു പോകാം. കഥകള്, കഥാകഥനങ്ങള്, സമ്മോഹനങ്ങളും ഉപമകളും ഉൾപ്രേക്ഷങ്ങളും മറ്റൊന്നും ധർമ്മയോഗത്താൽ അതുതാനല്ലയോ ഇത് എന്ന് വർണ്ണത്തിൽ ആശങ്ക, ഉൾപ്രേക്ഷ, കാലംകൃതി എന്നും പറഞ്ഞാൽ നമ്മൾ അതിന്റെ ഉപമ ഉൾപ്രേക്ഷയൊക്കെ പറഞ്ഞു പോകാം. ഞാൻ ഇരിക്കുന്ന ഒരു സമയത്ത് വിശുദ്ധ ഖുർആൻ 2 ഹാഫിളീങ്ങളെ നിങ്ങൾ ലോകത്ത് സമ്മാനിക്കുമ്പോൾ അതെന്താന്ന് നിങ്ങൾ പഠിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയും. അതിനകത്ത് നമ്മൾ മാത്രമല്ല, അതിനകത്ത് ഹിന്ദുവിനോടെങ്ങനെ, ക്രിസ്ത്യാനിയോടെങ്ങനെ, മനുഷ്യനോടെങ്ങനെ, മുസ്ലിമിനോടെങ്ങനെ, ആരാവണം എല്ലാം അതിലുണ്ട്. മാ ഫർറത്തിന ഫിൽ കിതാബി മിൻ ഷൈ. ഒന്നും വിട്ടിട്ടില്ല. നമ്മളും അതിലുണ്ട്. പക്ഷെ നമ്മൾ അതിനകത്തെ അഫലാ തുബ്സിറൂ. നിങ്ങൾ നോക്കാത്തതെന്താ? നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടുണ്ടോ? എല്ലാ റമളാനിലും നമ്മൾ എത്ര ഖത്ത് ഓതും?
എത്ര ഖത്ത് നമ്മൾ റമദാനി ഓതും, നമ്മളിങ്ങനെ ഓതിപ്പോകും. ഈ ആയത്ത് നമ്മൾ ഓതിയിട്ടില്ലേ? ആ ഓതിയപ്പോ വഫീ അൻഫുസിക്കും അഫലാ തുബ്സിറൂൻ, നിങ്ങൾ ഇതിലുണ്ട്, നിങ്ങൾ നോക്കാത്തത് എന്താ? ആ ആയത്ത് നിർത്തിയിട്ട് നമ്മൾ ഓതി. ഇതുവരെ നോക്കിയിട്ടുണ്ട്? എന്നെ നോക്കിയിട്ടുണ്ട് അതിനകത്ത്? എന്തുകൊണ്ട്? നമുക്കതറിയില്ല. നമ്മുടെ ഒന്നൊന്നര ഓത്തല്ലേ. നമ്മളിങ്ങനെ ഓതന കേട്ടാൽ, യാസീനൊക്കെ മരിപ്പൂട്ടി ഓതന കേട്ട, മരിപ്പ് വീട്ടിലൊരു യാസീൻ ഓതലുണ്ട്, ഫാത്തിഹ. ഇടയ്ക്കൊരു ഉത്താനവും അപ്പൊ അടുത്തേക്ക് തെറ്റിക്കുമ്പോ അവന് ഒത്തോട്ട് പോകും. അപ്പൊ അവൻ നമ്മളൊരു ഓത്തലാണ്. ആ പോക്കങ്ങോട്ട് പോക്കത്തേ ഉള്ളൂ. ഇതങ്ങനെ ഓതാൻ തന്നതല്ല. നിന്റെ ഹൃദയത്തെ ഉറപ്പിച്ചോതാനുള്ളതാണിത്. നമ്മുടെ ഒരു ഓതല് തന്നെ ഒരു മലയാളികളുടെ ഒരു ഓതല് പ്രത്യേക ഓതല. അങ്ങനെ ഓതന ഒരു കൗമുൽ ഓതാണ്. അറബികൾ ഇങ്ങനെ പാട്ട് പാടുന്നുണ്ട് കേട്ടിട്ടുണ്ട്. മലയാളികൾ ഖുർആൻ ഓതന ഒരുമാതിരി ഒരു മാപ്പിളപ്പാട്ട് ശൈലിയിലാണ്. അറബികൾ അങ്ങനെ ഓതും, മിസ്രികൾ അങ്ങനെ ഓതും. നോർത്ത് ഇന്ത്യ പോയാൽ പോലും അവർ ഓതുന്നതിന് ഒരു ഖുർആന്റെ ശൈലിയുണ്ട്. നമ്മൾ മാത്രം എന്താണ്, നമ്മളൊരു അത് നമ്മളെ കണ്ട പൂങ്കാറ്റെ കാരൊക്കെ നീ കൊണ്ടുവന്നാട്ടെ. നമ്മുടെ ഈ മാപ്പിളപ്പാട്ടിന്റെ ഒരു ശൈലി നമ്മുടെ ഖുർആനോദിനെ സ്വാധീനിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ പണ്ട് മുതലേ കേട്ടു വന്ന ഒരു ശൈലി അതിനെ അറബികൾ ഈ ശൈലി കേട്ടിട്ടില്ല, അവിടെ സ്വാധീനിക്കില്ല. നമുക്ക് പണ്ട് പോലെ ഒരു താളം ഉള്ളതുകൊണ്ട് ആ താളം ഇതിനെന്ത് ചെയ്യും, സ്വാധീനിക്കും. എല്ലാത്തിലും ആ മാപ്പിളപ്പാട്ട് എന്ത് ചെയ്യും, വരും. നമ്മളിത് ഓതി, പക്ഷേ നമ്മളിത് ചിന്തിച്ചിട്ടില്ല. മഹാനായ സയ്യിദുനാ അഹ്നഫ് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു, മഹാനായ സയ്യിദുനാ അഹ്നഫ് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു, മഹാനവറുകൾ ശ്രദ്ധിച്ച് കേൾക്കണേ വിശുദ്ധ ഖുർആനിനെ. മഹാനവറുകൾ വിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്യുമ്പോ സൂറത്തുൽ ദാരിയാത്തിലെ ആയത്ത് ഓതി, വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ. നിങ്ങളെയും ഈ ഖുർആനിൽ ഞാൻ പ്രതിപാദിച്ചിട്ടുണ്ട്. മഹാനവറുകൾക്ക് വലിയ സംശയമായി, എവിടെയാണ് എന്നെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞത്? ഇതേവരെ ഞാനത് കണ്ടിട്ടില്ലല്ലോ, കേട്ടിട്ടില്ലല്ലോ. അപ്പോഴാണ് അഫലാ തുബ്സിറൂൻ, നിങ്ങൾ അതിനെ കുറിച്ച് നോക്കാത്തതെന്താ? അഫലാ തഅഖിലൂൻ, നിങ്ങൾ അതിനെ ചിന്തിക്കാത്തതെന്താ? ആ ചിന്തയുടെയും നോട്ടത്തിന്റെയും പരിമിതിയാണെന്ന് കരുതി മഹാനവറുകൾ സൂറത്തുൽ ബഖറ മുതൽ ഓതാൻ തുടങ്ങി. അതിനകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അഖില ലോക ബ്രഹ്മാണ്ഡ കടാഹത്തിലെ മുഴുവൻ വസ്തുക്കളെയും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് എവിടെയാണ്? അഹ്നഫ് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹുവിന്റെ ചിന്തയാ. അവസാനം അദ്ദേഹം ഓതി, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. മുഅ്മിനീങ്ങൾ എല്ലാവരും വിജയിച്ചവരാ എന്ന് പറഞ്ഞിട്ട് കുറെ അടയാളങ്ങൾ പറയുമ്പോ അഹ്നഫ് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു ചിന്തിക്കുകയാണ്, അല്ലാഹുവേ, ഇത് എന്നെ കുറിച്ചല്ലല്ലോ. വിശ്വാസത്തിന്റെ വിളിയടയാളമായതിന്റെ പാരമ്യതയിലെത്തിയവരെ കുറിച്ചായി പറയുക. അങ്ങനെ ഓതി സൂറത്ത് സജദയെത്തി. തതജാഫാ ജുനൂബുഹും അനിൽ മലാജി യദഊന റബ്ബഹും ഖൗഫൻ വതമആ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അല്ലാഹു പാതിരാ സമയത്ത് നല്ല തണുപ്പുള്ള ഈ ഡിസംബറിന്റെ നല്ല തണുപ്പുള്ള നേരത്ത്, ഈ ക്രിസ്മസിന്റെ നവവത്സരാംശങ്ങൾ കടന്നു വരുന്ന പ്രഭാതത്തിൽ മഞ്ഞുതള്ളികൾ പുൽക്കൊടികളോട് പ്രണയം പറഞ്ഞ് പറ്റിപ്പിടിച്ച് ചേർന്നിരിക്കുന്ന നനുനനുത്ത മേഘപാളികൾ മഞ്ഞുപാളികളോട് കൗശലം പറയുന്ന ഈ സുന്ദരമായ പ്രഭാതത്തില്, നല്ല തണുത്തുറഞ്ഞ ഒരു പ്രഭാതത്തിൽ ഉറക്കറയിൽ നിന്ന് എഴുന്നേറ്റ് നല്ല തണുത്ത വെള്ളത്തിൽ ഒലുവെടുത്ത് പടച്ചവന്റെ മുന്നില് തഹജ്ജുദ് നിസ്കരിക്കുന്നവർ അല്ല, ഇത് അഹ്നഫ് ബിൻ ഖൈസിനെ കുറിച്ചിട്ടല്ല. ഞാനൊന്നും ഇത്രത്തോളൊന്നുമില്ല ഔന്നത്യത്തിലെത്തിയില്ല.
ഒരു പ്രാവശ്യം ഖുർആൻ മുഴുവനും പാരായണം ചെയ്തിട്ട് ഒരായത്തിൽ പോലും തന്നെ കണ്ടെത്താൻ കഴിയാതെ നിരാശയോടെ ആ ഖുർആൻ മടക്കി വെക്കുമ്പോഴാണ് അഹ്നഫ് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിൽ ഒരായത്തുടക്കിയത്. وآخرون اعترفوا بذنوبهم خلطوا عملا صالحا وآخر سيئا عسى الله أن يتوب عليهم والله عليم حكيم. وآخرون اعترفوا بذنوبهم وآخرون ഇതൊന്നുമല്ലാത്ത ഒരു വിഭാഗം ജനങ്ങൾ ഈ ഭൂമി ലോകത്തുണ്ട്. അവര് ജീവിതത്തിൽ പാപം ചെയ്യുന്നവരാ. സൽക്കർമ്മം അവര് ചെയ്യുന്നുണ്ട്. മറുഭാഗത്തോട്ട് അവർ ദുഷ്കർമ്മങ്ങളെ കലർത്തുന്നുമുണ്ട്. ജീവിതത്തിലെ നന്മകളെ തിന്മകളോട് കലർത്തി നന്മയും തിന്മയും ചെയ്ത് ജീവിക്കുന്ന ആളുകൾ പിന്നീട് തിന്മയെ തിരിച്ചറിയുമ്പോൾ അവര് പശ്ചാത്തപിക്കുന്നവരാ. അഹ്നഫ് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇതാണ് പടച്ചവൻ എന്നെ കുറിച്ച് പറഞ്ഞത്. ഇതാണ് അല്ലാഹു എന്നെയും നിങ്ങളെയും കുറിച്ച് പറഞ്ഞതാണ്. വാഹറൂന വേറൊരു വിഭാഗം ആളുകളുണ്ട്. ഖലതു അമലൻ സാലിഹും ആഖിറ സയ്യിആ. അവരെ നന്മകളെ തിന്മയിലേക്ക് കൂട്ടിക്കേർത്തും. ഇതാണ് നമ്മളെ കുറിച്ച് ഖുർആൻ പറഞ്ഞ എവിടെയാണ്? ഇതാണ് അഹമ്മദ് കബീർ. നന്മയും ചെയ്യും. എന്നെ പറഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ, ഒന്നാമത് ഇറങ്ങി പോകാൻ പോലും സ്ഥലമില്ല. നിങ്ങളെ പറഞ്ഞിട്ട് ഞാൻ അല്ലേ തന്നെ സൂക്ഷിച്ച വർത്താനം പറഞ്ഞ എന്തേലും രാഷ്ട്രീയം വന്നതെന്ന് തീർന്നു. അതുകൊണ്ട് ഇതാണ് നമ്മൾ. ഒരു വിഭാഗം ആളുകൾ നന്മകൾ ധാരാളം ചെയ്യും, കൂടെ എന്ത് ചെയ്യും? തെറ്റും ചെയ്യും. 5 നേരം നിസ്കരിക്കും, നോമ്പ് പിടിക്കും, സക്കാത്ത് കൊടുക്കും, എല്ലാം ചെയ്യും. മോളുടെ കല്യാണത്തിന് തന്നെ എല്ലാ ദീനും പോകും. നമ്മൾ തന്നെ മോന്റെ കല്യാണത്തിന് എല്ലാ നിസ്കാരവും ഉണ്ട്. സഹോദരി പെണ്ണുങ്ങളില്ലേടോ അതൊക്കെ എവിടെ? അവിടെയാ. കസറിന്റെ ദൂരത്തിലാണ് ഇരിക്കുന്നത്. അപ്പോ സ്ത്രീകളെ എല്ലാ പെണ്ണുങ്ങളും ഈ കൂട്ടത്തിലുണ്ട്. ആയിഷ ബീവി മാത്രമല്ല, മറിയം ബീവിയെ കുറിച്ച് മാത്രമല്ല, എല്ലാ പെണ്ണുങ്ങളും ഉണ്ട്. 5 നേരം നിസ്കരിക്കും. സ്വന്തം നിക്കാഹിൽ നിന്ന് ലോഹറ് തീർന്നു. ഒലുവെടുത്താല് മാപ്പിള ഇട്ടിട്ട് നിക്കാഹ് തന്നെ മുടങ്ങും. ഈ കുട്ടിയും ചാന്തും പൊട്ടും എല്ലാം കൂടെ പോന്നാൽ പിന്നെ ആള് വേറെയാവും. അപ്പൊ അന്ന് മേക്കപ്പ് ചെയ്താൽ നിക്കാഹില്ല അന്ന് ലോഹറ് നിസ്കരിച്ച എത്ര പേരുണ്ട്? അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ ആരാ? നമ്മളെ ഖുർആൻ പറയുന്നുണ്ട് നന്മ ചെയ്യുന്നുണ്ട്. ആ കൂട്ടത്തിൽ തന്നെ അറിയാതെ തിന്മ 5 നേരം നിസ്കരിക്കുന്നുണ്ട്. ചെറിയ ഒരു കടമുണ്ട്. സുബഹിക്ക് വന്ന് കടം വീടാനുള്ള ദുആയും ചെയ്യും. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തി ദൈരി വഖഹരി റിജാൽ. ഈ ദുആ ചൊല്ലിയാൽ കടം വീടുമെന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. ഏതോ ഖത്തീബ് ഉസ്താദ് അത് പറഞ്ഞു തന്നു. ആ ദുആയും ചെയ്തു. പോണ വഴിക്ക് ഒരു ലോട്ടറി എടുത്തു. ഒന്നുകിൽ ദുആ ഫലിച്ചില്ലെങ്കിൽ ലോട്ടറി അടിച്ചിട്ടെങ്കിലും തീരണം. ഇതാണ് ഖലത്തു അമലൻ സാലിഹൻ വആഖിറ സയ്യിഅ. സഹാബത്തുകൾക്ക് ആ ദുആ ഓതിയപ്പം അബൂ ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, 6 മാസം കൊണ്ട് എന്റെ കടം മാറി. നമ്മളെ മാറൂല. എന്തുകൊണ്ട്? നമുക്ക് 2 തവക്കുല. ഒന്നുകിൽ ദുആയിലും തവക്കലുണ്ട്, ലോട്ടറിയിലും തവക്കലുണ്ട്. അതിൽ മാത്രം തവക്കലുണ്ടെങ്കിലേ അത് മാറും. അത് ഈമാന്റെ പ്രശ്നമാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലാവണില്ലേ? ഇതാണ് നമ്മളെ കുറിച്ചും അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. അവരെ നന്മകളും തിന്മകളും ജീവിതത്തിൽ ഇടകലർന്നവരാ. അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാ തിന്മകളെയും എല്ലാ നന്മകളെയും നശിപ്പിച്ചു കളയുന്ന തിന്മകളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാ. ഞങ്ങളുടെ എല്ലാ തെറ്റുകളെയും നീ പുറത്തു മാപ്പാക്കി തരണേ റഹ്മാനേ. എന്നിട്ട് യഥാർത്ഥ മുഅ്മിനീങ്ങളായി ഞങ്ങളെ നീ ജീവിപ്പിക്കണേ അല്ലാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ യഥാർത്ഥത്തിൽ ആ ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട
നമ്മളാണ്. ഇൻഷാ അല്ലാഹ് ഇതിന്റെ പുറകെ സൂര്യനും ചന്ദ്രനും ഒക്കെ ഞാൻ പറയാം. അള്ളാഹു നമ്മളെ കുറിച്ചിട്ടാണ് ഇതിന് വ്യക്തമായി പറയുക. എങ്ങനെയാണ് ഒരു മനുഷ്യൻ ജീവിക്കേണ്ടത് നിങ്ങളെ കുറിച്ച് പറയുക മാത്രമല്ല, ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം, ഏറ്റവും ചൊവ്വായ മാർഗത്തിലേക്ക് അള്ളാഹു നിങ്ങളെ വിളിക്കുകയാണ്. നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത്? അല്ലാഹുവിനെ മറക്കരുത്. യാ അയ്യുഹന്നാസ് ഉബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖകും വല്ലദീന മിൻ ഖബലികും ലഅല്ലകും തത്തഖൂൻ. ഏകനായ അല്ലാഹുവിനെ നിങ്ങൾ തഖ്വയോടെ ജീവിക്കണേ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിൽ മുഴുവനും അല്ലാഹു മനുഷ്യനെയാണ് പറയുന്നത്. സൂര്യനെ പറഞ്ഞതും ചന്ദ്രനെ പറഞ്ഞതും അല്ലാഹു സുബ്ഹാനഹു വ തആല നക്ഷത്ര ലോകത്തിന്റെ രഹസ്യങ്ങളെ പറഞ്ഞത് പോലും ശാസ്ത്രം പറയാനല്ല, ഏകനായ അല്ലാഹുവിനെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞു തരാനാണ്. അല്ലാഹുവിന്റെ ചോദ്യം അങ്ങനെയാണ്, മനുഷ്യ അമ്മൻ ഖലഖസ് സമാവാതി വൽ അർദ് വഅൻസല ലക്കും മിനസ് സമാഇ മാഅ ഫഅംബത്നാ ബിഹി ഹദായിക ذات بهجة ما كان لكم أن تنبتوا شجرها أإله مع الله. അല്ലാഹു ചോദിക്കുകയാണ്, അമ്മൻ ഖലഖസ് സമാവാതി വൽ അർദ്. ഒരു സൂറത്തിന്റെ 12 ആയത്തുകളിൽ ഒരൊറ്റ ചോദ്യമാണ് കുറിക്കുകൊള്ളുന്ന ചോദ്യം. നിരീശ്വരവാദികളോട്, ഭൗതികവാദികളോട്, സന്ദേഹവാദികളോട് അല്ലാഹുവിന്റെ ചോദ്യമാണ്. ദൈവമില്ലെന്ന് പറയുന്നവരോട്, അല്ലാഹു ഇല്ലെന്ന് പറഞ്ഞവരോട് 13 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറിയൊരു കൊച്ചുകുട്ടി അവന്റെ പഠനങ്ങളിലൂടെ ഗ്രാവിറ്റി ഫിസിക്സ് പഠിപ്പിച്ചപ്പോ ആ 13 വയസ്സുള്ള ഒരു മലപ്പുറത്തെ കുട്ടി ദൈവമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവനെ സോഷ്യൽ മീഡിയയിൽ ആക്രമിച്ച് തളർത്തണമെന്ന് കരുതിയവരോട് അവൻ ദൈവമില്ലെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിരീശ്വരവാദികൾക്ക് സന്തോഷമായേനെ. ഈ പ്രപഞ്ചത്തിന്റെ പുറകിൽ ഒരു ക്രിയേറ്റർ ഉണ്ട്. ആ ക്രിയേറ്റർ ഇല്ലാതെ പ്രപഞ്ചമുണ്ടാവില്ലെന്ന് 13 വയസ്സുള്ള ഒരു ചെറിയൊരു കൊച്ചുകുട്ടി പറഞ്ഞപ്പോ അതിനെ വലിയ ചർച്ചയാക്കിയവരോട് അല്ലാഹു ചോദിക്കുകയാ, അമ്മൻ ഖലഖസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളെ സൃഷ്ടിച്ചതാരാ? ആകാശഭൂമികളെ സൃഷ്ടിച്ചതാരാ? ഈ ലോകത്തിന്റെ ഈ കാണുന്ന ഭൂമിയുണ്ടല്ലോ, ഈ ഭൂമിയുടെ മേലാപ്പ് പോലെ നിങ്ങൾ ഈ ആകാശത്തെ സൃഷ്ടിച്ചതാരാ? സഹോദര, ഈ കാണുന്ന കടുവിന ജുമാ മസ്ജിദിന്റെ മുമ്പിൽ താൽക്കാലികമായിട്ടുണ്ടാക്കിയ ഏതാണ്ട് ഒരു 2000 സ്ക്വയർ ഫീറ്റ്, 1500 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള ഈ ഒരു ചെറിയ മേൽക്കൂരയെ താങ്ങി നിർത്താൻ 9 തൂണുകളാണ് താഴെ താങ്ങി വെച്ചത്. അല്ലാഹു ചോദിക്കുകയാ, സപ്തഭൂഖണ്ഡങ്ങള്, സപ്തസമുദ്രങ്ങളും സപ്തമരുഭൂമികളും ഈ കാണുന്ന ആട്ടിക്കും മണ്ടാട്ടിക്കും അറബിക്കടലും അടങ്ങുന്ന സഹാറ മരുഭൂമി, ആമസോൺ കാമസോൺ വനങ്ങളും അടങ്ങുന്ന ഈ കാണുന്ന എല്ലാ ഭൂമി എന്ന് പറയുന്ന മഹാപ്രപഞ്ചമുണ്ടല്ലോ, ആ പ്രപഞ്ചത്തിന് മേൽക്കൂരയായിട്ട് ആകാശത്തെ ഇങ്ങനെ നിർത്തിയിട്ട് ഇതേവരെ ഒരു തൂണില്ലാതെ ആകാശത്തെ താങ്ങി നിർത്തിയതാരാ? അല്ലാഹുല്ലദീ റഫഅസ് സമാവാതി ബിഗൈരി അമദിൻ തറൗനഹാ. നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത കണ്ണുകൊണ്ട് ഈ ആകാശത്തെ താങ്ങി നിർത്തിയിരിക്കുന്നത് ഞാനാണടാ. അതല്ലെങ്കിൽ രണ്ടാമതൊരാളെ പറ, ആകാശത്തിന്റെ നിലനിൽപ്പിന്റെ പുറകില് പടച്ചവനല്ലെങ്കിൽ പിന്നെ ആരാണെന്ന് നിങ്ങൾ പറ. ഈ ലോകത്തേത് കാഴ്ച കണ്ടാലും നമ്മൾ മടുക്കുന്ന കാഴ്ചയല്ലേ? ലോകത്തിന്റെ മാതനഗരിയായ ലോസ് ആഞ്ചലസ് 3 പ്രാവശ്യം നമ്മൾ പോകുവോ? മാതക നഗരിയായ സിഡ്നി, ജനീവ, നയാഗ്ര വെള്ളക്കാട്ടത്തിന്റെ പതഞ്ഞൊടുക്കുന്ന ഈ വെള്ളക്കൊലുസുകൾ, സുന്ദര
സുന്ദരമായ ചിറാപ്പുഞ്ചിയുടെ വയലോ, ചിറാപ്പുഞ്ചിയുടെ കാനനമേടുകൾ, മനോഹരമായി ചെമ്മൺ പാതകൾക്കിടയിലൂടെ മലയടിവാരത്തിൽ പച്ച പുതച്ച് നടക്കുന്ന മൂന്നാറ്, അങ്ങനെ നമ്മളെ കാട്ടു നിൽക്കുന്ന ആപ്പിള് തൊടുത്ത് നിൽക്കുന്ന കാശ്മീര്. 1 പോയി 2 പോയി 3 പോയി, 4ാമത് പറയില്ല. കണ്ടു മടുത്തു, അടുത്തൊരിടത്തേക്ക് പോവാം. വയനാടിന്റെ മലനിരകളുടെ മാതക സൗന്ദര്യമില്ലേ, മഞ്ഞുറഞ്ഞു കിടക്കുന്ന വയനാട്. നാളെ എന്റെ പ്രഭാഷണം വയനാടാണ്. ഇന്ന് സംഘാടകർ പറഞ്ഞു, ഉസ്താദേ 13 ഡിഗ്രിയാണ് തണുപ്പ്, മഞ്ഞ് കണങ്ങൾ ഇങ്ങനെ കട്ട പിടിക്കുന്ന തണുപ്പാ. ആ വയനാടിന്റെ തണുപ്പിൽ 2 പ്രാവശ്യം പോയാലും 3ാമത് മടിക്കില്ല മോനെ. ഞാനൊന്ന് ചോദിക്കട്ടെ, വയസ്സ് 19 ഇന്നേ വരെ ദിവസവും കണ്ടിട്ടും മടുക്കാത്ത ഒരേ ഒരു കാഴ്ചയേടാ. ചിറാപ്പുഞ്ചി കണ്ടാലും മടുക്കും, മിസിസിപ്പി കണ്ടാലും മടുക്കും. ഈ 50 വർഷമായിട്ട് ഇനി 50 വർഷം നമ്മളിവിടെ ജീവിച്ചാലും എല്ലാ ദിവസവും കണ്ടിട്ടും മടുക്കാത്ത ഒരേ ഒരു കാഴ്ചയേടാ. അത് നൈനിറ്റാളല്ല, അത് മിസിസിപ്പി അല്ല, അത് ചിറാപ്പുഞ്ചിയല്ല. പിന്നെയോ അഫലം യൻളുറൂ ഇലസ്സമായി ഫൗകഹും കൈഫ ബനൈനാഹാ വസയ്യനാഹാ വമാ ലഹാ മിൻ ഫുറൂജ്. നിങ്ങൾ ഈ ആകാശത്തെ നോക്കുന്നില്ലേ? സന്ധ്യാസമയത്തെല്ലാ തിരക്കുകളും കഴിഞ്ഞു വന്ന് സ്വച്ഛന്തമായി സമാധാനത്തോടെ ഒന്നിരിക്കാൻ സന്ധ്യാസമയത്ത് ആകാശത്തേക്കൊന്ന് നോക്കുമ്പോ കൈഫ ബനൈനാഹാ, എത്ര മനോഹരമാണ് ഇതിന്റെ സെട്ടിപ്പ്. നീരാകാശം, മെല്ലെ ഇളകി വരുന്ന മേഘപാളികൾ, അതിന്റെ ഉള്ളിൽ കൊച്ചുകുട്ടികളും മരം പൊത്തി കളിക്കുന്നത് പോലെ കണ്ണ് കാണിച്ച് തിരിച്ചു പോകുന്ന നക്ഷത്രകോടികൾ. അതിക്ക് അവസാനം ഒരു ചാന്ത് പൊട്ടുപോലെ, സുന്ദരി പെണ്ണിന്റെ നെറ്റിയിലെ ചാന്ത് പൊട്ടുപോലെ ചന്ദ്രകല, അതിൻ്റെ ഇടയിൽ മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങൾ. എത്ര മനോഹരമാണ് ആകാശം കാണാൻ. അല്ല പറയാണ്, വീണ്ടും 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 നിങ്ങൾ നോക്ക്. എന്റെ ആകാശത്തിന്റെ കാഴ്ച കണ്ട് നിങ്ങൾ മടുത്തുപോയോ? ഡിസംബറിലെ ആകാശമല്ല, ജനുവരിയിലെ ആകാശം. ഈ മഞ്ഞു പതച്ചതിനകരം മീനമാസത്തിലെ ആകാശമേടാ, ഗ്രീഷ്മത്തിന്റെ ആകാശമേടാ. മണിക്കൂറുകൾക്കനുസരിച്ച് നിറം മാറുന്ന, ഭാവം മാറുന്ന ആകാശമില്ലേ? ഇതുപോലെയുള്ള ഒന്നിനെ സൃഷ്ടിക്കാൻ ആർക്കാണടാ കഴിയുക? മടുക്കാത്ത കാഴ്ചയേരാ. എന്നും ആകാശത്തേക്ക് നോക്കിയാൽ മടുക്കൂ? കണ്ട് മടിക്കില്ല. സന്ധ്യാസമയത്ത് ഇറങ്ങി വിളിക്കുമ്പോ നിശയതു വന്നു വിളിച്ചു സന്ധ്യ, വിട പറയാനായി നിൽപ്പുണ്ട്. ഇളകുന്നതിലേ തരുലതയെല്ലാം കരപരിലാളനമതിലാര്. കവിയുടെ ഭാവന നോക്ക്. നിശയതു വന്ന് വിളിച്ചു സന്ധ്യ, വിട പറയാനായി നിൽക്കുന്നുണ്ട്. സൂര്യൻ എങ്ങനെ അസ്തഞ്ചായ സൂര്യന് പടിഞ്ഞാറിന്റെ നഭസ്ഥലിയിൽ മുഖമൊളിക്കുമ്പോ കവി പറയുകയാണ്, രാത്രി എന്ന കാമുകൻ വന്ന് സന്ധ്യയെ വിളിച്ചപ്പോ സന്ധ്യ നാണം കുണുങ്ങിപ്പോകാൻ കാത്തിരിക്കുകയാണ്. നിശയത വരാൻ പോവുകയാണ്. പടച്ചവന്റെ അത്ഭുതത്തെക്കാൾ വലിയ അത്ഭുതമേതാ? ഇനി നിങ്ങൾ പറ, അല്ല ഉണ്ടോ ഇല്ലയോ? അല്ല ഉണ്ടോ ഇല്ലയോ? ഖുർആൻ മുഴുവൻ ഇതാണ്. ഇത് പറഞ്ഞ ദഹിക്കൂലേ? ഇവിടെ വിട്ടപ്പെട്ട ഇങ്ങോട്ട് നോക്ക് മനുഷ്യന്മാരെ, ഇങ്ങോട്ട് നോക്ക്. ആകാശത്തിൽ നിന്ന് ജലം നിങ്ങൾക്ക് തന്നരാരാ? ആരാ തന്നത്? ആരാ മോനെ? ആകാശത്ത് നിന്ന് മഴ പെയ്യുന്നത് കണ്ടിട്ടില്ലേ? എങ്ങനെയാ പെയ്യണത്? ആ പെയ്യണ മഴയ്ക്കൊരു ഉപമയുണ്ട്. പാല് പിഴിയാൻ കാത്തു നിൽക്കുന്ന ആടിന്റെ അകിട്, പാല് ചൊരത്താൻ നിൽക്കുന്ന ആടിന്റെ അകിടില്ലേ, അതിനാണ് മുഴ്സിറാത്ത് എന്ന് പറയുന്നത്. അസീർ എന്ന് പറഞ്ഞാൽ ജ്യൂസ്, മുഴ്സിറാത്ത് എന്ന് പറഞ്ഞാൽ
പിഴിഞ്ഞെടുക്കുന്നതിന് പാല് അൻസൽനാമിനൽ മുഅ്സിറാത്ത് എന്നാണ്. മുഅ്സിറാത്ത് എന്ന് പറഞ്ഞാല് പാല് ചുരത്താൻ കാത്തു നിൽക്കുന്ന ആടിന്റെ അകിട് പോലെ മേഘം നിൽക്കാൻ. എന്ത് വലിയ ഉപമയാണ് മനുഷ്യന്മാരെ. ഇതാണ് മാഹാദാ ഖൗലുൽ ബശർ. ഇത് മനുഷ്യന്റെ വാക്കല്ല. ആ ആട് പാല് ചുരത്തുന്നത് പോലെ മഴത്തുള്ളി വരുന്നു. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. യുഎഇയിലെ ലോകത്തിന്റെ സമ്പന്നമായ യുഎഇയിൽ മഴയില്ലാതെ ക്ലൗഡ് സീഡിങ് നടത്തിയിട്ടാണ് മഴ പെയ്യുക. വല്ലാതെ ചൂടുള്ള സമയത്ത് പോലും കാലം തെറ്റി മഴ പെയ്തപ്പോ ക്ലൗഡ് സീഡിങ്